ഇന്ത്യ US വ്യാപാര കരാർ വ്യവസ്ഥകളും അതിൽ അന്തർലീനമായ കൊടുക്കൽ വാങ്ങൽ ഇടപാടുകളും എന്തെന്ന് രാജ്യത്തോടും ജനങ്ങളോടും വെളിപ്പെടുത്താൻ മോഡി ഭരണകൂടം വിസമ്മതിക്കുകയാണ്. ഇതേപ്പറ്റി പാർലമെന്റിൽ ചർച്ച ചെയ്യണമെന്ന പ്രതിപക്ഷ ആവശ്യത്തെയും ഭരണകൂടം പ്രതിരോധിക്കുന്നു. എന്നാൽ സത്യം എല്ലാ കാലത്തേക്കും മറച്ചുവെക്കാനാവില്ലെന്ന യാഥാർത്ഥ്യത്തെ സാധൂകരിക്കുകയാണ് പശ്ചിമേഷ്യയിലെ യുദ്ധത്തെ തുടർന്ന് സംജാതമായിരിക്കുന്ന ആഗോള ഊർജ്ജ പ്രതിസന്ധി. ലോകത്തിന്റെ മുഖ്യ ഊർജ്ജ ഉറവിടങ്ങളിലൊന്നായ പശ്ചിമേഷ്യയിലെ യുദ്ധം മുറുകിയതോടെ ഇന്ധന പ്രതിസന്ധി ഇന്ത്യ അടക്കം ലോകരാഷ്ട്രങ്ങളുടെയും ജനതകളുടെയും മേൽ പിടിമുറുക്കി. പൊതുജനാഭിപ്രായം യുദ്ധം തുടങ്ങിവെച്ച തങ്ങൾക്കെതിരെ തിരിയുമെന്നായപ്പോൾ അതിനെതിരെ ബഹുമുഖ തന്ത്രങ്ങൾ പ്രയോഗിക്കാൻ US ഭരണകൂടവും അതിന് മൗനാനുവാദം നൽകിയ മോഡി ഭരണകൂടമടക്കം ഭരണ നേതൃത്വങ്ങളും നിർബന്ധിതമായിരിക്കുന്നു. അതിന്റെ ഭാഗമാണ് തന്റെ ഭരണകൂടത്തിന്റെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി നിർത്തിവെക്കാൻ നിർബന്ധിതമായ റഷ്യൻ എണ്ണ ഇറക്കുമതി ചെയ്യാൻ 30 ദിവസത്തെ ഇളവ് ഇന്ത്യക്ക് അനുവദിച്ചുകൊണ്ടുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ പ്രഖ്യാപനം. ലോകത്തെവിടെ നിന്നും എണ്ണ വാങ്ങാൻ സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായ ഇന്ത്യക്ക് അവകാശമുണ്ടെന്നും വിപണി ബലതന്ത്രമാണ് അത് നിർണ്ണയിക്കുന്നതെന്നും ഇന്ത്യൻ ഭരണകൂടത്തിന്റെ വക്താക്കൾ ആവർത്തിച്ചു നടത്തിയ പ്രഖ്യാപനങ്ങൾ കേവലം മേനിനടിക്കൽ മാത്രമായിരുന്നുവെന്നും മോഡി സർക്കാരിന്റെ വാണിജ്യ തീരുമാനങ്ങളെ ഫലത്തിൽ നിയന്ത്രിക്കുന്നത് ട്രംപും അയാളുടെ കച്ചവട താൽപര്യങ്ങളുമാണെന്നും ഇതിനകം പകൽ പോലെ വ്യക്തമായി കഴിഞ്ഞു. മോഡി ഭരണകൂടത്തിന്റെ വാണിജ്യ നയങ്ങളുടെ കടിഞ്ഞാൺ ഇന്ത്യൻ കോർപ്പറേറ്റുകളുടെ കൈകളിലാണെന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ റഷ്യൻ എണ്ണ ഇറക്കുമതിയിൽ ഇന്ത്യക്ക് ട്രംപ് പ്രഖ്യാപിച്ച ഇളവും അതിൽ ഇന്ത്യൻ ബഹുരാഷ്ട്ര കോർപ്പറേറ്റ് ഭീമൻ റിലയൻസ് വഹിച്ച പങ്കും വ്യക്തമാക്കുന്നു. റഷ്യ ഉക്രൈൻ യുദ്ധത്തെ തുടർന്ന് അന്താരാഷ്ട്ര വിപണിയേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് റഷ്യയിൽ നിന്നും ലഭ്യമായ എണ്ണയുടെ ചൈന കഴിഞ്ഞാൽ രണ്ടാമത്തെ ഏറ്റവും വലിയ ഉപഭോക്താവായിരുന്നു ഇന്ത്യ. അതിൽ നിന്നുള്ള വരുമാനമാണ് റഷ്യയുടെ യുദ്ധതന്ത്രത്തെ നിലനിർത്തുന്നതെന്ന് USഉം പാശ്ചാത്യ ശക്തികളും ആരോപിച്ചിരുന്നു. പാശ്ചാത്യ ഉപരോധം നേരിടുന്ന റഷ്യയുടെ എണ്ണ വരുമാന സ്രോതസ് അടയ്ക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് റഷ്യയിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യയുടെ മേൽ 25% പിഴയടക്കം ഇവിടെ നിന്നുള്ള എല്ലാ ഇറക്കുമതിക്കും 50% തീരുവ ചുമത്തുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനം പുറത്തുവന്നത്. അത് ഇന്ത്യയുടെ സാമ്പത്തിക മേഖലയിൽ കടുത്ത പ്രത്യാഘാതങ്ങളാണ് സൃഷ്ടിച്ചത്. തുടർന്ന് നടന്ന വ്യാപാര കരാറിൽ തീരുവ 18% കുറയ്ക്കാൻ കഴിഞ്ഞു. അതിന് ഇനിയും ദുരൂഹമായി തുടരുന്ന നിരവധി വിട്ടുവീഴ്ചകൾക്കും ഒത്തുതീർപ്പുകൾക്കും ഇന്ത്യ നിർബന്ധിതമായി. ആ കരാർ ഇന്ത്യയുടെ കാർഷിക മേഖലയെയും വ്യാവസായിക സേവന രംഗങ്ങളെയും കയറ്റിറക്കുമതി വ്യാപാരത്തെയും സമ്പദ്ഘടനയെ ആകെ തന്നെയും പ്രതികൂലമായി ബാധിക്കുമെന്ന ആശങ്ക ശക്തമാണ്. ഇന്ത്യക്കാരടക്കം ആഗോള സാമ്പത്തിക വ്യാപാര വിദഗ്ധർ അത്തരം ആശങ്കകൾ പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. ആ കരാർ വ്യവസ്ഥകളിൽ ഇന്ത്യൻ സമ്പദ്ഘടനയിൽ സത്വര പ്രത്യാഘാതം സൃഷ്ടിക്കുന്ന ഒന്നാണ് റഷ്യൻ എണ്ണയും പ്രകൃതിവാതകവും ഇറക്കുമതി ചെയ്യുന്നതിനെതിരെ ട്രംപ് ഭരണകൂടം ഇന്ത്യയുടെ മേൽ ഏർപ്പെടുത്തിയ നിരോധനം. അതിന്മേലാണ് ഇപ്പോൾ 30 ദിവസത്തെ ഇളവ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത്തരമൊരു ഇളവ് നേടിയെടുക്കുന്നതിൽ മോഡി ഭരണകൂടത്തിന് യാതൊരു പങ്കുമില്ലെന്ന് ബ്ലൂംബർഗ് അടക്കം പ്രമുഖ US അന്താരാഷ്ട്ര ബിസിനസ് മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. ഇന്ത്യൻ ബഹുരാഷ്ട്ര കോർപ്പറേറ്റായ റിലയൻസ് USലെ ടെക്സസിൽ $30,000 കോടി നിക്ഷേപത്തിൽ ഒരു എണ്ണ ശുദ്ധീകരണശാല സ്ഥാപിക്കുന്നുവെന്ന വാർത്ത പുറത്തുവിട്ടത് US പ്രസിഡന്റ് ട്രംപ് സ്വന്തം സമൂഹ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ്. ഇന്ത്യ US വ്യാപാര കരാറിലെ ഒരു സുപ്രധാന വ്യവസ്ഥയാണ് ഇന്ത്യ USൽ വരുന്ന 5 വർഷങ്ങളിലായി $50,000 കോടി നിക്ഷേപം നടത്തുമെന്നത്. ഈ വ്യാപാര കരാർ 2 സ്വതന്ത്ര പരമാധികാര രാഷ്ട്രങ്ങൾ തമ്മിലുള്ള കരാർ എന്നതിലുപരി 2 കച്ചവട താൽപര്യങ്ങൾ തമ്മിലുള്ള ഇടപാടാണെന്ന് ഇതോടെ വ്യക്തമാകുന്നു. റഷ്യൻ എണ്ണ ഇറക്കുമതിയുടെ മുഖ്യ ഗുണഭോക്താക്കൾ ഇന്ത്യൻ ജനതയല്ല, മറിച്ച് അസംസ്കൃത റഷ്യൻ എണ്ണ ശുദ്ധീകരിച്ച് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റി US, യൂറോപ്യൻ യൂണിയൻ അടക്കം അന്താരാഷ്ട്ര വിപണിയിൽ വിറ്റഴിച്ച് വൻ ലാഭം കൊയ്യുന്ന റിലയൻസ്, നയാര തുടങ്ങിയ ഇന്ത്യൻ ബഹുരാഷ്ട്ര കുത്തക കോർപ്പറേറ്റുകളാണ്. റഷ്യക്കെതിരായ USന്റെയും പാശ്ചാത്യ ശക്തികളുടെയും സാമ്പത്തിക ഉപരോധത്തിന്റെ പൊള്ളത്തരം കൂടിയാണ് ഇവിടെ തുറന്നു കാട്ടപ്പെടുന്നത്. 1977 ശേഷം USൽ സ്ഥാപിക്കപ്പെടുന്ന ആദ്യത്തെ എണ്ണ ശുദ്ധീകരണശാലയായിരിക്കും ട്രംപ് ഇപ്പോൾ പ്രഖ്യാപിച്ച റിലയൻസിന്റെ ടെക്സസിലെ എണ്ണ ശുദ്ധീകരണശാല. ആ വസ്തുത തന്നെ US സമ്പദ്ഘടനയ്ക്കും രാഷ്ട്രീയമായി ട്രംപിനും അത് എത്രത്തോളം പ്രാധാന്യമുള്ളതാണെന്ന് വ്യക്തമാണ്. അത്തരമൊരു കൂട്ടുകച്ചവടക്കാരന്റെ ലോകത്തെ തന്നെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാലയായ ഗുജറാത്തിലെ ജാംനഗറിലുള്ള റിഫൈനറിക്ക് നഷ്ടമുണ്ടാകാതെ നോക്കുക എന്നതാണ് ഇന്ത്യയുടെ പേരിൽ ട്രംപ് ഇപ്പോൾ പ്രഖ്യാപിച്ച ഇളവിന്റെ കച്ചവട രഹസ്യം. ആ കച്ചവടത്തിലെ കേവലം ഒരു ഇടനിലക്കാരനും ഗുണഭോക്താവുമാണ് നരേന്ദ്രമോദിയും അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയവും. അതുവഴി വഞ്ചിക്കപ്പെട്ട
കൊല്ലപ്പെടുന്നത് 145 കോടി ഇന്ത്യക്കാരും അവരുടെ ആത്മാഭിമാനവും, നഷ്ടമാകുന്നത് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യവും പരമാധികാരവുമാണ്.